നമസ്കാരം. അസറുദ്ദീൻ ഒവൈസി 18ാം ലോകസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ പാലസ്തീന് ജയ് വിളിച്ചിട്ട് മാധ്യമങ്ങളോട് വിശദീകരിച്ചത് ഇപ്രകാരമായിരുന്നു: അടിച്ചമർത്തപ്പെട്ട ഇസ്ലാം സമാജത്തിന് വേണ്ടിയിട്ട് ഉയർന്ന എൻ്റെ ശബ്ദമാണ് പാലസ്തീന് ജയ് വിളിക്കുവാൻ വേണ്ടിയിട്ട് കാരണമായത് എന്നുള്ളതാണ്. എന്നാൽ ഇന്ത്യൻ പാർലമെന്റിൽ നിന്ന് രാജ്യവിരുദ്ധ പ്രസ്താവന നടത്തിയ അസറുദ്ദീൻ ഒവൈസിയെ ചവിട്ടി പുറത്താക്കണമെന്ന് ഒട്ടനവധി പാർലമെന്റ് അംഗങ്ങൾ ആവശ്യപ്പെടുകയും ഇന്ത്യൻ രാഷ്ട്രപതിയെ സമീപിക്കുകയും ചെയ്തു എന്നുള്ളതാണ് വസ്തുത. എന്നാൽ ഇന്ന് 34-ാം നമ്പർ അശോക് റോഡിലെ അസറുദ്ദീൻ ഒവൈസിയുടെ MP ഭവനത്തിന് മുന്നിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഹിന്ദു സംഘടനാ പ്രവർത്തകർ ഡൽഹിയിൽ സംഘടിക്കുകയും അവർ അശോക് റോഡിലുള്ള അസറുദ്ദീൻ ഒവൈസിയുടെ ഭവനം ആക്രമിക്കുകയും ചെയ്തിരിക്കുന്നു. അശോക് റോഡിലുള്ള ഈ ഭവനത്തിലേക്ക് കല്ലെറിയുകയും ഗേറ്റിൽ കരിയായിലൊഴിക്കുകയും അതുപോലെ തന്നെ ഇസ്രായേലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ അവിടെ പതിപ്പിക്കുകയും ചെയ്തു എന്നുള്ള വാർത്തകളൊക്കെ കേൾക്കുന്ന സമയത്ത് കേരളത്തിൽ ഈ അസറുദ്ദീൻ ഒവൈസി ഇത്തരത്തിൽ ഒരു പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച വിഷയമുണ്ടായ സമയത്ത് വളരെയധികം ആരാധകർ അസറുദ്ദീൻ ഒവൈസിക്കുണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അസറുദ്ദീൻ ഒവൈസി വളരെ നീതിപൂർവമായിട്ടുള്ള പ്രവർത്തനമാണ് നടത്തിയത് എന്നുള്ള തലത്തിൽ ഇവിടുത്തെ മാധ്യമങ്ങളും മൗനം പാലിച്ചിരുന്നു. നവമാധ്യമങ്ങളിൽ ഒട്ടേറെ പ്രതിഷേധങ്ങൾ ഉയർന്നു എങ്കിലും കാര്യമായിട്ടുള്ള ഒരു പ്രതികരണം ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ നടത്താൻ തയ്യാറായില്ല. എന്നാൽ ഇപ്പോൾ അസറുദ്ദീൻ ഒവൈസിയുടെ ഭവനം ജയ് ശ്രീരാം വിളികളോടെ ആക്രമിക്കപ്പെട്ടു എന്നുള്ള വാർത്ത കേരളത്തിലേക്ക് വരുന്ന സമയത്ത് ഇത് കൃത്യമായിട്ട് രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കുവാൻ വേണ്ടിയിട്ട് ഒരു ദേശീയ ജനത ഇവിടെ നിലവിലുണ്ട് എന്നുള്ള കൃത്യമായിട്ടുള്ള സൂചനയാണ് പുറത്തു വരുന്നത് എന്നുള്ളതിൽ ഏതൊരു രാഷ്ട്രസ്നേഹിക്കും അഭിമാനത്തോടു കൂടിയിട്ട് തന്നെ ഈ വാർത്ത പങ്കിടാം. നന്ദി, നമസ്തേ.